നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുട്ടി സാമാജികർ ഇപ്പോൾ നിയമസഭ ബഹിഷ്കരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ജോർജ് തോമസിനൊപ്പം ലക്ഷ്മി മോഹൻ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. ഇന്ന് വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമാണ്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനായി അവകാശമുണ്ട്. പ്രവേശനം ലഭിക്കാതിരിക്കുകയും അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രവേശനം ആ കുട്ടിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ വയസ്സിനാസ്പദമായി ക്ലാസ്സിൽ പ്രവേശനം നൽകേണ്ടതാണ്. കുട്ടിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സൗകര്യമില്ലാതിരുന്നാൽ സൗകര്യമുള്ള സ്കൂളിൽ സ്ഥലമാറ്റം തേടുന്നതിനുള്ള അവകാശവും ഇതിലൂടെ ഉണ്ടായിരിക്കും. കുട്ടിയുടെ അവകാശങ്ങൾ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ അതിനെതിരെ കർശന നിലപാടുകൾ സ്വീകരിക്കുന്നതിനാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ബാലവേല പോലുള്ള ചൂഷണങ്ങൾ ഇവയ്ക്കെതിരെയും വിദ്യാഭ്യാസ അവകാശ നിയമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. തീർച്ചയായും ഒരു കുട്ടിയുടെ അവകാശമായി മാറുകയും എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന വിശാലമായ കാഴ്ചപ്പാട് ഉറപ്പുവരുത്താനാണ് ഈ നിയമം സഹായിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങൾ സൂചിപ്പിച്ച പോലെ മണ്ടൻ അഭിപ്രായങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങയുടെ ഭേദഗതി അംഗീകരിക്കണം എന്ന പ്രമേയത്തെ പ്രസ് ചെയ്യുന്നുണ്ടോ? ഈ ഭേദഗതി പ്രമേയത്തെ അനുകൂലിക്കുന്നവർ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണം എന്ന് അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. സഭ ഇപ്പോൾ പിരിയുന്നത് നാളെ രാവിലെ 8:30 ആരംഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു അവസരം നൽകാൻ സാധിച്ചതിൽ തിരുവനന്തപുരം ജില്ലാ മിഷന് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ നല്ല രാഷ്ട്രീയക്കാരാകും, വേറെ ആകാം, പക്ഷെ നല്ല രാഷ്ട്രീയക്കാരാകാനുള്ള എല്ലാ ക്വാളിറ്റിയും നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും ജില്ലാ മിഷന്റെ പേരിൽ വളരെ നന്ദി. തിരുവനന്തപുരം ജില്ലാ ബാലസഭയിലെ കുട്ടികൾ എഴുതിയ ചിൽഡ്രൻസ് മാഗസിനാണ്. നിങ്ങൾക്കറിയാലോ, അറിയാമോ? ബാലമൊഴി. ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നൽകി ഈ ചിൽഡ്രൻ മാഗസിൻ പ്രകാശനം ചെയ്താണ്. രണ്ട് വാക്ക് സംസാരിക്കാൻ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. ഞാനിപ്പോൾ പ്രകാശനം ചെയ്ത ബാലമൊഴി എന്ന് പറയുന്ന ഇന്ത്യൻ മാസികയിൽ നിന്ന് ശിവരഞ്ജിനി ML 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്കൊരു പാവയ്ക്കയുടെ ആത്മകഥ വായിക്കാം. ഞാൻ പാവയ്ക്കയാണ്. ഞാനൊരു ഫ്രിഡ്ജിനുള്ളിൽ ശ്വാസം മുട്ടി കരയുകയാണ്. വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ വാടിപ്പോയി. കിളിപ്പച്ച കുപ്പായത്തിന്റെ നിറം മങ്ങി. സുന്ദരി കത്തിരിക്കയാണ് കൂട്ടിനുള്ളത്.
എന്റെ കൂട്ടുകാരിൽ പലരെയും തോരം വയ്ക്കാൻ കൊണ്ടുപോയി. എന്റെ ജീവിതം തീരാറായി. ഈ നരകത്തിൽ കിടക്കുമ്പോൾ എന്റെ സന്തോഷകരമായ കുട്ടിക്കാലം ഞാൻ ഓർത്തുപോകുന്നു. കൃഷിക്കാരൻ എനിക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും മറക്കാതെ വരും. ഞാനും കൂട്ടരും സന്തോഷത്തോടെ കഴിയുമ്പോൾ എന്റെ യജമാനൻ ഒരു കൊലക്കത്തിയുമായി വന്നു. ഒരു തെറ്റും ചെയ്യാത്തതിന് ഞങ്ങളുടെ കഴുത്തറുത്ത് കുട്ടയിലിട്ടു. ഒരു കച്ചവടക്കാരന് ഞങ്ങളെ വിറ്റു. അങ്ങനെ ഞാൻ ചന്തയിലെത്തി. അമ്മൂമ്മ എന്നെ വാങ്ങിക്കൊണ്ടുപോയി. അവർ എന്നെ തണുപ്പിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടു. കഷ്ണം കഷ്ണമായി വെട്ടിയിട്ടു. എന്തൊരു വേദനയായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ അവർ എന്നെ എണ്ണയിട്ട് പൊരിക്കാൻ തുടങ്ങി. പൊരിച്ച് അവർ എന്നെ കഴിച്ചു. അങ്ങനെ എന്റെ ജീവിതം പോയി. ഇതിലേക്ക് എന്നെ എത്തിച്ച ഓരോ അണിയക പ്രവർത്തകനും എൻ്റെ പേരിലും എൻ്റെ മണ്ഡലത്തിൻ്റെ പേരിലും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഈ ഇത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നത് തന്നെ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും അഭൂതപൂർവമായ നിമിഷങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ഞാൻ ഇരുന്നത് ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ ഇരുന്ന കസേരയിലാണ്. എൻ്റെ അപ്പുറവും ഇപ്പുറവും CA കുര്യൻ സാർ, G കാർത്തികേയൻ എന്നിവരാണ്. അപ്പോൾ അതിൽ പരം കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടാനില്ല. കൂടാതെ ഈ ഒരു അവസരം ഒരുക്കി തന്ന കുടുംബശ്രീ ജില്ലാ മിഷന്റെ എല്ലാ പ്രവർത്തകർക്കും, കൂടാതെ അക്കോമഡേഷനും എല്ലാത്തിനും സഹായിച്ച പഞ്ചായത്ത് തല ആർപിമാർക്കും ജില്ലാതല ആർപിമാർക്കും എൻ്റെ നന്ദി ഇവിടെ ഞാൻ പറയുകയാണ്. കൂടാതെ ഈ ഒരു ഇതിലെത്തിയതിലൂടെ എനിക്ക് 140-ലധികം കൂട്ടുകാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ വളരെ സന്തോഷവതിയാണ്. പിന്നെ എല്ലാവരും ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവരും ഈ ഒരു പ്രവർത്തനം വിജയമാക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പ്രിയ റിസോഴ്സ് പേഴ്സൺമാർ, ജില്ലാ മിഷന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് ഈ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഇതുപോലുള്ള ഫെസിലിറ്റി നമുക്ക് കോർപ്പറേഷനകത്തുണ്ട്, ജില്ലാ പഞ്ചായത്തിനകത്തുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും മഹനീയമായ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങളെ എത്തിക്കണമെന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട എത്തിയ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ വളരെ സഹകരണം ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുടെ സഹായം ഈ ഹോൾ അനുവദിച്ച് കിട്ടുന്നതിലേക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഈ മൈഗ്രേനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആന്റിമാരൊക്കെ നിങ്ങളുടെ ഇവിടെ പുറകിലുണ്ട്. അവരുടെയൊക്കെ ഒരു സേവനം, കാര്യം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കൃത്യമായി മൈക്ക് ഓണായി നിങ്ങളുടെ ശബ്ദം എല്ലാവരും കേട്ടു. അപ്പൊ അവിടെയൊക്കെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ്. കാരണം പിന്നെ ഇന്നലെ നിങ്ങൾ എത്തി ട്രെയിനിങ് സെന്ററിൽ എത്തിയിരുന്നു. അവിടെ നമ്മുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെലക്ഷൻ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് ഇതിൻ്റെ അകത്ത് ആരെയും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ ചുരുങ്ങിയ സമയത്തിനിടയ്ക്ക് ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ സംസാരിക്കേണ്ടവർ സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ആ സെലക്ഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയിരുന്നു. ഏതെങ്കിലും കുഞ്ഞു മനസ്സുകൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു അവസരം, ഇനിയും ബാലപാർലമെന്റുകൾ ഉണ്ടാകും, ബാലസഭയുടെ പരിപാടികൾ ഉണ്ടാകും, അവിടെ അവസരം നിങ്ങൾക്കുണ്ടാകും. കാര്യം പ്രതീക്ഷിക്കാതെ ഒരുപാട് പേർക്ക് അവസരം കിട്ടി, ഇല്ലേ? നമ്മുടെ വാച്ചാൻപാട് പോലും എന്താ പറയുക, പ്രധാനമന്ത്രിയോ സ്പീക്കറോ മന്ത്രിയോ ഒന്നും ആകാത്ത രണ്ടുപേരും ഇവിടെ സ്റ്റേജില് അല്ലെ ഒരു നീള സമയം നിൽക്കാൻ അവസരം കിട്ടി. പിന്നെ കുറെ പേർക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ കിട്ടി. അപ്പം എല്ലാവരെയും 143 പേർക്കും അവസരം തരണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എന്നാലും ഏതെങ്കിലും ഒരു മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുകയാണ്, മാപ്പ് ചോദിക്കുകയാണ്. ഒരു പിണക്കവും ഇവിടെ സംഘടിപ്പിച്ച ആർപിമാരും ഒക്കെ ആയിട്ടുള്ള ആന്റിമാരും അമ്മമാരോട് നിങ്ങൾക്ക് തോന്നരുത്. ഇനിയും അവസരങ്ങൾ ഉണ്ടാകും. പിന്നെ ഇന്നലെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വളരെ കൃത്യമായ ബ്രീഫിംഗ് തന്നിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ഒക്കെ. ഈ നിമിഷം വരെ നിങ്ങൾ അതെല്ലാം നന്നായിട്ട് പാലിച്ചു. ഇത് കഴിഞ്ഞു. നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശാനുസരണം മാത്രമേ ഹാളിൽ നിന്ന് പുറത്തു പോകാവുള്ളൂ. അത് കൃത്യമായി പാലിക്കണം. എന്തായാലും ഇവിടെ എല്ലാ ഇന്ന് വന്നു ചേർന്നത് ജില്ലാ മിഷനിൽ നമുക്കറിയാം പല ലെവലിലുള്ള
പിന്നെ സന്തോഷം തോന്നി. കാരണം എല്ലാവരും അവരവരുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നു. ഞാൻ അധികമായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഇതേ മാതൃകയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബാലപഞ്ചായത്തുകൾ നടത്താൻ സാധിക്കണം. അങ്ങനെ ബാലപഞ്ചായത്ത് മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ചേർന്ന് ആ പഞ്ചായത്തിലെ നടക്കുന്ന വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കുട്ടികളുടെ കായിക വികസനത്തിന്, വൈജ്ഞാനിക വികസനത്തിന്, അതുപോലെ തന്നെ വൈകാരിക വികസനത്തിന് ഒക്കെ സഹായിക്കുന്നതാണോ എന്ന് പരിശോധിക്കേണ്ട ചുമതല ബാലപഞ്ചായത്തുകളായി മാറും. അതിന് കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ശിശുദിനം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ശിശുവായ അവസ്ഥയല്ല. കാരണം നിങ്ങൾ കിട്ടിയ അവസരം എനിക്കിപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുക കൃതജ്ഞയുടെ രൂപത്തിലാണെങ്കിൽ. ഇപ്പം തീർച്ചയായിട്ടും ശിശുദിനം ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയുടെ കീഴിൽ ഒരു ജില്ലാ ബാല പാർലമെന്റ് അസംബ്ലി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നിങ്ങളോടൊപ്പം വളരെ സന്തോഷത്തിലാണ്. അത് എങ്ങനെ വാക്കുകളിൽ പറയണമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ പരിപാടിയുടെ സംഘാടനം എന്ന് പറയുമ്പോൾ പക്ഷേ സെപ്റ്റംബർ മുതൽ നമ്മുടെ ആലോചനയിലുള്ളതാണ്. കാരണം നിങ്ങളുടെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ പഞ്ചായത്ത് തല പാർലമെന്റുകൾ നടത്തി അതിൽ നിന്ന് കിട്ടിയ ആവേശമൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ RP ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഈ മുകളിലിരിക്കുന്ന ആന്റിമാർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയും കാര്യങ്ങളും ബോധമൊക്കെ. അതേസമയം ഈ ഒരു പാർലമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ള ബാലസഭയിലൂടെ ഒരു പാർലമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ള അനുഭവം എനിക്കില്ല. പക്ഷേ കുടുംബശ്രീയിൽ ഞാൻ ജോലി കയറിയപ്പോൾ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ എന്ന പദവിയിൽ ഇരിക്കുന്ന എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത് വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന നിലയിൽ ഞാൻ ഈ ബാല പാർലമെന്റിനെ കുറച്ചുകൂടെ ലക്ഷ്യം വെച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിച്ചു. തീർച്ചയായിട്ടും അതിൽ ഒരു വിജയം നേടാൻ കഴിഞ്ഞു എന്ന് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഓരോ പഞ്ചായത്തിലെ 2 ആർപിമാരെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളായ നിങ്ങൾ ആർപിമാരായി, അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊപ്പം വന്ന ആന്റിമാർ ആർപിമാരായി, ഈ 3 പേരടങ്ങുന്ന ടീമാണ് ഇനി നമ്മുടെ പഞ്ചായത്തിനെ ശക്തിപ്പെടുത്തുന്നത്. അല്ലേ? ശരിയല്ലേ? അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണം. അപ്പോൾ കൃതജ്ഞതയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞത് കൃതജ്ഞയുടെ വാക്കുകൾ. ഇവരൊക്കെ നമ്മുടെ വിഭാഗമായി വന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ പറഞ്ഞ എല്ലാവർക്കും ചേർത്ത് ഇവിടെയുള്ള മീഡിയക്കാർക്കും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സന്ദേശം മുഴുവൻ ആൾക്കാർക്കും, പിന്നെ നമ്മുടെ കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ടവരെ, പിന്നെ RP ഗ്രൂപ്പ്, അതുപോലെ CDSുമായി ബന്ധപ്പെട്ടവരെ, കുട്ടികൾ, നിങ്ങളുടെ രക്ഷിതാക്കൾ എല്ലാവർക്കും ചേർന്ന് ഒറ്റ വാക്കിൽ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.